ഇവിടെ ഒരു കിളി പറന്നു പോവാണ്. നമ്മൾ ഗ്രൗണ്ട് ഫ്രെയിമിൽ നോക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മളിവിടെ വേറൊരു ഫ്രെയിം ഉണ്ട്, ഫ്രെയിം 2. അത് നമ്മളൊരു ലോറിൻ്റെ മേലെ വെച്ചിരിക്കുകയാണ്. ആ ലോറി മൂവ് ചെയ്യുന്നത് 2 മീറ്റർ പെർ സെക്കൻഡിലാണ്. ഫ്രെയിം 3 മറ്റൊരു ലോറിയിൽ വെച്ചിരിക്കുകയാണ്. ആ ലോറി മൂവ് ചെയ്യുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനിലാണ്. അപ്പോൾ ഫ്രെയിം 1 കിളിയുടെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്. ഫ്രെയിം 2 നോക്കുമ്പോൾ ഫ്രെയിം 2ൻ്റെ വെലോസിറ്റി എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ്. അത് റിവേഴ്സ് ചെയ്തിട്ട് നമ്മൾ ഈ കിളിക്ക് കൊടുക്കണം. അപ്പോൾ എന്തായി? കിളിക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് വലത്തോട്ട്, 2 മീറ്റർ പെർ സെക്കൻഡ് ഇടത്തോട്ട്. അതുകൊണ്ട് ഫ്രെയിം 2 നിന്ന് നോക്കുമ്പോൾ കിളിയുടെ വെലോസിറ്റി എന്താ വരാം? 8 മീറ്റർ പെർ സെക്കൻഡ് വരാം. ഫ്രെയിം 3 നിന്ന് നോക്കുമ്പോൾ ഫ്രെയിം 3ക്ക് ആക്സിലറേഷൻ ഉണ്ട് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ അത് നമ്മൾ റിവേഴ്സ് ചെയ്ത് ഈ കിളിക്ക് കൊടുക്കുന്നു. അപ്പോൾ കിളിക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്, 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇങ്ങോട്ട് ആക്സിലറേഷൻ ഉണ്ട്. സോ നമുക്കറിയാം v = u + at ആണ്. അപ്പോൾ ഇവിടെ v = ഇതിൻ്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് പ്ലസ് ഇവിടെ -2 × t. എന്താ -2 വരാൻ കാരണം ഈ ആക്സിലറേഷൻ ലെഫ്റ്റ് സൈഡിലേക്കാണ്, അതുകൊണ്ടാണ് -2 × t. സോ 10 - 2t കിട്ടി. സോ ടൈം 1 സെക്കൻഡ് ആകുമ്പോൾ 8 മീറ്റർ പെർ സെക്കൻഡ്, ടൈം 2 സെക്കൻഡ് ആകുമ്പോൾ 6 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ വെലോസിറ്റി കുറഞ്ഞു പോകുക അല്ലെ, 8 6 ആയിട്ട് കുറയാം. അപ്പോൾ ഫ്രെയിം 1 വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്, ഫ്രെയിം 2 വെലോസിറ്റി 8 മീറ്റർ പെർ സെക്കൻഡ്, ഫ്രെയിം 3 8 6 അങ്ങനെ പോകുന്നു. സോ ശരിക്കും ഈ കിളിയുടെ വെലോസിറ്റി എന്താ വരിക? അപ്പോൾ നിങ്ങൾ പറയും, സാർ ശരിക്കത്തെ വെലോസിറ്റി ഈ ഗ്രൗണ്ടിലാണ്. കാരണം ഗ്രൗണ്ടാണ് റെസ്റ്റിലുള്ളത്, ഗ്രൗണ്ട് ഫ്രെയിമാണ് റെസ്റ്റിലുള്ളത്. ബാക്കിയുള്ള 2 ഫ്രെയിമും ഈ മൂവ് ചെയ്യുന്ന ലോറിയിലാണുള്ളത്. സോ അതുകൊണ്ട് നമ്മൾ ഈ ഫ്രെയിമിൽ നിന്നുള്ള ഈ 2 ഫ്രെയിമിൽ നിന്നുള്ള വെലോസിറ്റി അല്ല ഈ കിളിയുടെ ശരിക്കത്തെ വെലോസിറ്റി. അങ്ങനെയാണ് നിങ്ങളുടെ ലോജിക്കെങ്കിൽ അതൊരു തെറ്റല്ലേ? കാരണം ഈ ഫ്രെയിം 1 എവിടെ വെച്ചിരിക്കുന്നത്? എർത്തിലാണ്. എർത്ത് എന്താ ചെയ്യുന്നത്? റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്, റിവോൾവും ചെയ്യുന്നുണ്ട് അല്ലേ? എർത്ത് മൂവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലോറി മൂവ് ചെയ്യുന്ന പോലെ ഈ എർത്ത് മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫ്രെയിം 1 നിന്നും മെഷർ ചെയ്ത വെലോസിറ്റിയും തെറ്റല്ലേ അപ്പോൾ അല്ലേ? അപ്പോൾ എർത്ത് റൊട്ടേറ്റും റിവോൾവും ചെയ്യുന്നത് കൊണ്ട് ഈ ഫ്രെയിം 1, ഫ്രെയിം 2, ഫ്രെയിം 3 എല്ലാം മെഷർ ചെയ്ത വെലോസിറ്റീസ് എല്ലാം തെറ്റാണ്. അപ്പോൾ ന്യൂട്ടൺ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ ഒബ്ജക്റ്റിൻ്റെയും ശരിക്കുമുള്ള വെലോസിറ്റി കാണണമെങ്കിൽ വേറൊരു സംഭവമുണ്ട്, അതാണ് അബ്സല്യൂട്ട് സ്പേസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി എർത്ത് മൂവ് ചെയ്യുന്നത് കാരണമായിട്ട് 3 ഫ്രെയിമും മെഷർ ചെയ്യുന്ന വെലോസിറ്റി തെറ്റാണ്, അതാണ് നമ്മളിവിടെ എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് ന്യൂട്ടൺ പറഞ്ഞു അബ്സല്യൂട്ട് റെസ്റ്റിലുള്ള ഒരു സ്പേസ് വേണം, അത് വെച്ചിട്ടായിരിക്കണം നമ്മൾ ശരിക്കത്തെ ഒരു ഒബ്ജക്റ്റിൻ്റെ ട്രൂ വെലോസിറ്റി മെഷർ ചെയ്യാൻ. അപ്പോൾ ന്യൂട്ടൺ പറയാണ്, ന്യൂട്ടൺ ബിലീവ് there exists an unmoving arena called absolute space in our universe. നമ്മുടെ പ്രപഞ്ചത്തിൽ മൂവ് ചെയ്യാത്ത ഒരു അരേന, ഒരു അബ്സല്യൂട്ട് സ്പേസ്, ഇങ്ങനെ വിചാരിച്ചു ഒരു സ്പേസ് ജി ഇങ്ങനത്തെ ഒരു സ്പേസ് യൂണിവേഴ്സിൽ എവിടെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതുള്ളത് എർത്തിൽ നിന്ന് വളരെയധികം ദൂരത്താണ്, ഇൻഫിനിറ്റിയിലാണ് ഈ അബ്സല്യൂട്ട് സ്പേസ് ഉള്ളത്. The true velocity of a particle is the translation through this space. ഈ അബ്സല്യൂട്ട് സ്പേസിൽ കൂടെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ അബ്സല്യൂട്ട് സ്പേസിലുള്ള വെലോസിറ്റിയാണ് അതിൻ്റെ ട്രൂ വെലോസിറ്റി. ബോഡീസ് ഇൻഹെറന്റ്ലി റെസിസ്റ്റ് എനി ചേഞ്ച് ടു ദെയർ ട്രൂ വെലോസിറ്റി. ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ആസ് ഇനേർഷ്യ. ലേസിനെസ് ബോഡീസ് കാൺ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇറ്റ്സ് ഓൺ വെലോസിറ്റി. എല്ലാ ബോഡിക്കും ഒരു പ്രത്യേകത ഉണ്ട്, ആ ബോഡിൻ്റെ വെലോസിറ്റി ഇൻക്രീസോ ഡിക്രീസോ അത് ചെയ്യില്ല. ആ ഒരു പ്രത്യേകതക്ക് ആണ് നമ്മൾ ഇനേഷ്യ എന്ന് പറയുന്നത്. ഇനേഷ്യ എന്ന വാക്കിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് ലേസിനെസ് എന്നാണ്. അതായത് ഒരു ബോഡി അതിൻ്റെ സ്വന്തം ട്രൂ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാനോ സ്വന്തം ട്രൂ വെലോസിറ്റി ഡിക്രീസ് ചെയ്യാനോ നോക്കില്ല. എനി റെഫറൻസ് ഫ്രെയിം ദാറ്റ് ഹാസ് കോൺസ്റ്റന്റ് വെലോസിറ്റി ഇൻക്ലൂഡിംഗ് റെസ്റ്റ് റിലേറ്റീവ് ടു അബ്സല്യൂട്ട് സ്പേസ് ഈസ് കോൾഡ് ആൻ ഇനേഷ്യൽ ഫ്രെയിം. ഇനേഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ അബ്സല്യൂട്ട് സ്പേസിൽ കൂടെ നമ്മളൊരു ഫ്രെയിമിനെ തള്ളി വിട്ടു. അപ്പോൾ അബ്സല്യൂട്ട് സ്പേസിൽ കൂടെ ആ ഫ്രെയിം കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ഫ്രെയിമിനെ നമ്മൾ എന്തെന്ന് പറയും? ഇനേഷ്യൽ ഫ്രെയിം. ഈ ഫ്രെയിം v' മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഈ അബ്സല്യൂട്ട് സ്പേസിൽ കൂടെ മൂവ് ചെയ്യാണ്. അതുകൊണ്ട് ഈ ഫ്രെയിം എന്താണ്? ഇനേഷ്യൽ ഫ്രെയിമാണ്. ഈ ഫ്രെയിമോ ഇത് നോൺ ഇനേഷ്യൽ ഫ്രെയിമാണ്. അതായത് ഇവിടെ നമ്മൾ നോൺ ഇനേഷ്യൽ ഫ്രെയിം ഇതിലേക്ക് തള്ളി വിട്ടപ്പോൾ എന്താ സംഭവിച്ചത്? ആദ്യം ഒരു 2 മീറ്റർ പെർ സെക്കൻഡ്, പിന്നെ 3 മീറ്റർ പെർ സെക്കൻഡ്, 4 മീറ്റർ പെർ സെക്കൻഡ്, 5 മീറ്റർ പെർ സെക്കൻഡ്, ഇവിടെ പുറത്തുമ്പോൾ 1000 മീറ്റർ പെർ സെക്കൻഡ്. അതായത് വെലോസിറ്റി മാറിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതെന്ത് ഫ്രെയിമാണ്? നോൺ ഇനേഷ്യൽ ഫ്രെയിമാണ്.
അപ്പം ഈ ഇനേഷ്യൽ ഫ്രെയിമിൽ ഈ ഒബ്ജക്റ്റിൻ്റെ ഈ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി നമ്മൾ മെഷർ ചെയ്യണം. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ ട്രൂ വെലോസിറ്റി എന്താണ്? വി മീറ്റർ പെർ സെക്കൻഡ്. ഫ്രെയിമിൻ്റെ വെലോസിറ്റി എന്താണ്? വി ഡാഷ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ ഇനേഷ്യൽ ഫ്രെയിമിൽ ഈ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫ്രെയിമിൻ്റെ വെലോസിറ്റി റിവേഴ്സ് ചെയ്ത് ഈ പാർട്ടിക്കിളിന് കൊടുക്കും. അപ്പോൾ എന്തായി? വി മൈനസ് വി ഡാഷ് മീറ്റർ പെർ സെക്കൻഡ് ആയി ഇനേഷ്യൽ ഫ്രെയിമിൽ നോക്കുമ്പോൾ. പക്ഷെ ആ വെലോസിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. കാരണം എല്ലാ സമയത്തും വി മൈനസ് വി ഡാഷ് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇനേഷ്യൽ ഫ്രെയിമിൽ ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി. അത് ഈ പാർട്ടിക്കിളിന്റെ ട്രൂ വെലോസിറ്റി ആണോ? അല്ല, പാർട്ടിക്കിളിന്റെ ട്രൂ വെലോസിറ്റി വി മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷെ ഇനേഷ്യൽ ഫ്രെയിമിൽ നോക്കുമ്പോൾ വി മൈനസ് വി ഡാഷ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് എപ്പോഴും വി മൈനസ് വി ഡാഷ് മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. അപ്പോൾ പാർട്ടിക്കിളിന്റെ ട്രൂ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഇനേഷ്യൽ ഫ്രെയിമിൽ നോക്കുമ്പോഴും അതിന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. പക്ഷെ മെഷർ ചെയ്യുന്നത് ട്രൂ വെലോസിറ്റി അല്ല. ഈ നോൺ ഇനേഷ്യൽ ഫ്രെയിം ആണെങ്കിലോ, നോൺ ഇനേഷ്യൽ ഫ്രെയിം എന്ന് പറയുമ്പോൾ ഈ ഫ്രെയിം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ആക്സിലറേഷൻ റിവേഴ്സ് ചെയ്ത് ഈ പാർട്ടിക്കിളിന് കൊടുക്കും. അപ്പോൾ എന്താ കിട്ടുക? വി മൈനസ് എ ടി, വി ഇസിക്കൽ യു പ്ലസ് എ ടി ഇക്വേഷൻ ഇല്ലേ, അത് നമ്മളോട് അപ്ലൈ ചെയ്തത് ഇനീഷ്യൽ വെലോസിറ്റി വി, ആക്സിലറേഷൻ റിവേഴ്സ് ഡയറക്ഷനിലായതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് എ എന്നത്. അതിനുശേഷം ടൈം, അതായത് ഇവിടെ ടൈം അനുസരിച്ചിട്ട് ഈ വെലോസിറ്റി മെഷർ ചെയ്യുന്നത് മാറിക്കൊണ്ട് നിൽക്കുകയാണ്. ഇനീഷ്യൽ ഫ്രെയിംസ് ആർ ദോസ് ഇൻ വിച്ച് ദ ഇനീഷ്യ ഓഫ് ബോഡീസ് മാനിഫെസ്റ്റ് ആസ് കോൺസ്റ്റന്റ് വെലോസിറ്റി. ഇനീഷ്യൽ ഫ്രെയിമിൽ കൂടെ നോക്കുമ്പോൾ ഈ പാർട്ടിക്കൽ വെലോസിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇനീഷ്യൽ നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ നോൺ ഇനീഷ്യൽ ഫ്രെയിം നോക്കുമ്പോൾ ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എന്താ സംഭവിക്കുന്നത്? മാറിക്കൊണ്ട് നിൽക്കുകയാണ്. അതായത് നമുക്ക് ഇനീഷ്യ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇനീഷ്യൽ ഫ്രെയിമിൽ കൂടെ നോക്കുമ്പോൾ വെലോസിറ്റി ഇൻക്രീസോ ഡിക്രീസോ ചെയ്യുന്നില്ല. കണ്ടോ? വി മൈനസ് വി ഡാഷ് ആണ്. പക്ഷെ നോൺ ഇനീഷ്യൽ ഫ്രെയിം ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വെലോസിറ്റി മാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നോൺ ഇനീഷ്യൽ ഫ്രെയിമാണ്. ക്ലിയർ ആണല്ലോ? സോ നോൺ ഇനീഷ്യൽ ഫ്രെയിം എന്ന് പറയുമ്പോൾ ഇനേഷ്യ കാണില്ല. ഇനീഷ്യൽ ഫ്രെയിം എന്ന് പറയുമ്പോൾ ഇനേഷ്യ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇനേഷ്യയും ഇനീഷ്യൽ ഫ്രെയിമും തമ്മിലൊരു രണ്ടും ഇനേഷ്യ എന്നുള്ള പേര് വരാൻ കാരണമാണ്. അതായത് ഇനേഷ്യ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഫ്രെയിമാണ് ഇത് ഇനീഷ്യൽ ഫ്രെയിം എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് ഈ ഇനേഷ്യൽ ഫ്രെയിം എന്നുള്ള കാര്യമാണ്. ഇനേഷ്യൽ ഫ്രെയിമിലാണ് നമുക്ക് ഇനി വരുന്ന സെക്കൻഡ് ലോവും തേർഡ് ലോവും അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് ലോനെ ഫസ്റ്റ് എന്ന് തന്നെ വിളിക്കാൻ കാരണം, അല്ലേ? ഈ പറയുന്ന ഈ ലോ എന്താക്കാമായിരുന്നു ആണെങ്കിൽ നമുക്ക് തേർഡ് ലോ എന്ന് വിളിക്കാമായിരുന്നു. അങ്ങനെ വിളിക്കാത്ത കാരണം എന്താ? കാരണം ഇനേഷ്യൽ ഫ്രെയിമിലാണ് അടുത്ത രണ്ട് ലോസും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതായത് ഈ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഒരു സ്റ്റേജ് സെറ്റ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, ചാർട്ടിൽ കൊടുത്തിരിക്കുന്ന ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയുടെ ഡെഫിനിഷൻ ഇങ്ങനെയല്ല ഉള്ളത്. ഞാൻ അത് ഉപയോഗിക്കാത്ത കാരണം അതൊരു സർക്കുലർ റീസണിങ്ങിന് കാരണമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡെഫിനേഷൻ ഉപയോഗിക്കുന്നത്. പക്ഷേ നീറ്റിനെ ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് NCERT തന്നെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പറയുന്ന സമയത്ത് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയിലേക്ക് റീവിസിറ്റ് ചെയ്യും. എന്നിട്ട് NCERT ഡെഫിനേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ നിങ്ങളത് പേടിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഞാനിവിടെ NCERT അബ്സല്യൂട്ട് സ്പേസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. പക്ഷെ ഞാനിത് പഠിപ്പിക്കാൻ കാരണം നമുക്ക് ചില പ്രോബ്ലംസ്, പ്രത്യേകിച്ച് നിങ്ങളുടെ എയിംസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസുള്ള പ്രോബ്ലംസൊക്കെ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാണ്ട് കാരണം. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക എന്നുള്ള കാര്യം കൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് ജസ്റ്റ് പറയാൻ 5 മിനിറ്റ് എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ 5 മിനിറ്റ് നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടാവില്ല. ചെറിയ സിമ്പിൾ ഇനീഷ്യൽ ഫ്രെയിമാണ് ഡിഫൈൻ ചെയ്യുന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുന്നതുള്ളൂ. ഇതിന് റൊട്ടേഷൻ കാരണമായിട്ട് അതിൻ്റെ ആക്സലേഷൻ 0.034 മീറ്റർ പെർ സെക്കൻഡും അതിൻ്റെ റെവല്യൂഷൻ കാരണമായിട്ട് അതിൻ്റെ ആക്സലേഷൻ 0.00 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഇത് രണ്ടും വളരെ ചെറിയ ആക്സലേഷനാണ്. അപ്പോൾ നമ്മളൊരു എർത്തിൽ അബ്സല്യൂട്ട് സ്പേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എർത്ത് എന്താ ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആക്സറേറ്റ് ചെയ്യുന്നുണ്ട്. എർത്ത് ആക്സറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എർത്തിൽ ഒരു ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രെയിം എന്ത് ചെയ്യും? ആക്സറേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ഇത് റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എർത്തിന് ആക്സറേഷൻ, അപ്പോൾ ഫ്രെയിം ഇതിൻ്റെ മേലെ വെച്ചാൽ ആ ഫ്രെയിം ആക്സറേറ്റ് ചെയ്യുന്നുണ്ട്. ആരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? അബ്സല്യൂട്ട് സ്പേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഫ്രെയിം ആക്സറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫ്രെയിം എന്താണ്? നോൺ ഇനീഷ്യൽ ഫ്രെയിമാണ്. പക്ഷേ ഈ ആക്സലേഷൻ വളരെ ചെറുതല്ലേ? നോക്ക്, വളരെ ചെറിയ ആക്സലേഷനാണ്. അതുകൊണ്ട് നമുക്ക് എർത്തിനെ അപ്രോക്സിമേറ്റ്ലി ഇനീഷ്യലാന്ന് പറയാം. അതായത് എർത്തിൻ്റെ വെലോസിറ്റി, ഞാൻ വെറുതെ പറയുകയാണ്, എനിക്കറിയില്ല എർത്തിൻ്റെ വെലോസിറ്റി എത്രയാണ്. എർത്തിൻ്റെ വെലോസിറ്റി ഒരു 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് വിചാരിക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വളരെ സമയം കഴിഞ്ഞാലേ എന്താവുള്ളൂ? അതൊരു 12-13 മീറ്റർ പെർ സെക്കൻഡ് ആവുള്ളൂ അബ്സല്യൂട്ട് സ്പേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കുറേ സമയം കഴിഞ്ഞു അല്ലേ? അപ്പം വളരെ ചെറിയ ഡിസ്റ്റൻസ് ടൈം പ്രോബ്ലത്തിന് നമുക്ക് എർത്തിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആക്കി എടുക്കാം. മെല്ലെ മാറ്റണുള്ളൂ. ഈ ആക്സലേഷൻ വളരെ ചെറുതാണ്. അതുകൊണ്ട് മെല്ലെ എർത്തിൻ്റെ ആക്സലേഷൻ വെലോസിറ്റി മാറുള്ളൂ.
അതുകൊണ്ട് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് ഇത് ചെറിയ സമയം കൊണ്ട് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, എർത്ത് ഈസ് അപ്രോക്സിമേറ്റ്ലി ഇനേഷ്യൽ ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ് ടൈം പ്രോബ്ലംസ്. സാർ അപ്പോൾ ഏതാണ് ലാർജ് ഡിസ്റ്റൻസ് ടൈം പ്രോബ്ലംസ്? ലാർജ് ഡിസ്റ്റൻസ് ടൈം പ്രോബ്ലംസ് നമുക്ക് നീറ്റിൽ വരില്ല. ലാർജ് ഡിസ്റ്റൻസ് ടൈം പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് നമ്മുടെ എയർക്രാഫ്റ്റ് പോവാണ്, അല്ലെങ്കിൽ ഒരു മിസൈൽ പോവാണ് യുദ്ധത്തിൽ. അപ്പം ആ സമയത്ത് നമുക്ക് കുറേ നല്ല ഉദാഹരണം പറയാം, V=U+AT. അപ്പം ഇവിടെ ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് മിസൈൽ പോകുമ്പോൾ കുറേ സമയം എടുക്കും. അപ്പോൾ U+A×T ടൈമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ടൈമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ചെറുതാണെങ്കിലും ആ ആക്സിലറേഷന് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മൾട്ടിപ്ലൈഡ് ബൈ ടൈം ആകുമ്പോൾ വെലോസിറ്റി V=U+AT ആ V കൂടും. അതേപോലെ ഡെൽറ്റ ആക്സിസിൽ UT+AT²/2 ടൈം വലുതാവുമ്പോൾ A×T²/2 ചെയ്യുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് ചെയ്ത് ലൊക്കേഷനിലാണ് ഈ മിസൈൽ വന്ന് വീഴുക എന്നറിയണമെങ്കിൽ എർത്തിൻ്റെ ആക്സിലറേഷനും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, പക്ഷെ നമുക്ക് നീറ്റിൽ വേറെ രാജ്യത്തേക്ക് മിസൈൽ അയക്കേണ്ട കാര്യം നമുക്ക് പഠിക്കാനില്ല. വേറെ രാജ്യത്തേക്ക് എയർക്രാഫ്റ്റ് ഒന്നും അയക്കേണ്ട നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഒരു ചെറിയൊരു കാർ അങ്ങോട്ട് മൂവ് ചെയ്ത് കുറച്ച് അങ്ങോട്ട് നീവ് ചെയ്ത് അങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നീറ്റിൽ എന്താ പറയാം, ഫ്രെയിം ഓൺ എർത്ത് ആസ് ഇനീഷ്യൽ ഫ്രെയിം. എർത്തിൽ വെച്ച ഫ്രെയിം ഇനീഷ്യൽ ഫ്രെയിമായിട്ട് കൺസിഡർ ചെയ്യും. അതായത് അബ്സല്യൂട്ട് സ്പേസുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ എർത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത് എന്ന് നമ്മൾ എടുക്കും. കാരണം ചെറിയ ടൈമിൽ ആക്സിലറേഷന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോനെ ലോ ഓഫ് ഇനേഷ്യ എന്ന് പറയാൻ കാരണം ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിഫോൾട്ട് സ്റ്റേറ്റ്, എല്ലാ ബോഡിൻ്റെയും ഡിഫോൾട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതൊരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യാമെന്നുള്ളതാണ്. അതായത് എല്ലാ ഒബ്ജക്റ്റിനും ഡിഫോൾട്ടായിട്ട് അതിന് ഇനേഷ്യ ഉണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഇതിനെ ലോ ഓഫ് ഇനേഷ്യ എന്ന് വിളിക്കാൻ കാരണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ന്യൂട്ടൺ ഫസ്റ്റ് ലോ രൂപീകരിക്കണം മുമ്പായിട്ട് തന്നെ നമ്മൾ ഗലീലിയോ ഇതിനെ എക്സ്പെരിമെൻ്റലി ഈ സംഭവം ലോ ഓഫ് ഇനേഷ്യ അല്ലെങ്കിൽ ഫസ്റ്റ് ലോ എന്ന് പറയുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ അത് നമുക്ക് നോക്കാം. സോ ഇവിടെ ഒരു പാത്രം പോലത്തെ ഒരു സാധനം അല്ലേ, ഇവിടെ ഒരു ബോൾ വെച്ചിട്ടുണ്ട്. ആ ബോൾ നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ ഈ ബോൾ നേരെ ഇങ്ങനെ ഉരുണ്ട് വന്ന് ഈ ഹൈറ്റിൽ വന്ന് നിന്നു. ഓക്കെ, ഇപ്പോൾ എത്രയാണോ ആദ്യത്തെ ഹൈറ്റ് ഉണ്ടായത് അത്ര തന്നെ ഹൈറ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് നല്ല പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര തന്നെ ഹൈറ്റ്, ഏകദേശം അത്ര തന്നെ ഹൈറ്റ് എത്തും. ഇത് റഫ് ആണെങ്കിൽ ഇവിടെയുള്ള ഹൈറ്റ് എന്താവും, കുറയും. തൽക്കാലം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പാത്രം വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള പാത്രമാണ്. സോ ഏകദേശം ചെറുതായിട്ടൊരു കുറഞ്ഞ ഹൈറ്റിലായിരിക്കും ഉണ്ടാവാം എത്ര പോളിഷ് ചെയ്താലും. എന്നാലും നമ്മൾ പറയുകയാണ് ഏകദേശം അതേ ഹൈറ്റിൽ തന്നെ വന്നെത്തിയിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് ചെരിച്ച്, അതാണ് ഈ പാത്രമായത്. എന്നിട്ട് നമ്മൾ നേരത്തെ റിലീസ് ചെയ്ത അതേ ഹൈറ്റിൽ നിന്ന് നമ്മൾ റിലീസ് ചെയ്യുകയാണ്. അപ്പോഴും അത് കുറേ ദൂരം പോയി അല്ലേ, കുറച്ചും കൂടി നീളം കൂടുതലാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. പക്ഷേ അത് എത്തിയ ഹൈറ്റ് അത് തന്നെയാണ്. ഇവിടെ റിലീസ് ചെയ്ത ഹൈറ്റ് തന്നെയാണ് ഇവിടെ എത്തിയത്. അതേപോലെ ഇവിടെ റിലീസ് ചെയ്ത ഹൈറ്റ് തന്നെയാണ് ഇവിടെ തിരിച്ചെത്തിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് പിന്നെയും താഴ്ത്തി പിടിച്ച് താഴ്ത്തിയിട്ടാണ് ഇങ്ങനെ ആയത്. ഇനിയും കുറച്ചും കൂടി താഴ്ത്തി. അപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത് എത്ര ഹൈറ്റിൽ നിന്നാണോ റിലീസ് ചെയ്തത് അത്രയും ഹൈറ്റ് അത് പൊങ്ങി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പിന്നെയും പിടിച്ച് താഴ്ത്തി വളരെയധികം താഴ്ത്തി ഫ്ലാറ്റാക്കി, അതായത് ഇനി പൊങ്ങാൻ പറ്റില്ല. അപ്പം എന്താ സംഭവിക്കാം, അപ്പോൾ ഗലീലിയോ ചിന്തിച്ചെടുക്കാണ് അങ്ങനെ എത്ര താഴ്ത്തി കഴിഞ്ഞാലും അതേ ഹൈറ്റിലേക്ക് പൊങ്ങും അല്ലേ. അപ്പം ഇത് വളരെയധികം താഴ്ത്തി കഴിഞ്ഞാൽ ഈ പാർട്ടികൾ നേരെ മൂവ് ചെയ്ത് കൊണ്ടിരിക്കും എന്നാണ് ഗലീലിയോ പറഞ്ഞത്. ഓക്കെ, പക്ഷെ റിയാലിറ്റിയിൽ അത് പോസിബിൾ അല്ല. കാരണം എന്താ, റിയാലിറ്റിയിൽ അവിടെ എന്തുണ്ടാവും, ഈ സർഫസ് റെസിസ്റ്റൻസ് ഉണ്ടാവും. അതായത് ഇത് ഈ ബോഡി ചെറിയൊരു തടസ്സം വെക്കുന്നത് കാരണമായിട്ട് അതിൻ്റെ കുറച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടികൾ റെസ്റ്റിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഗലീലിയോ അസ്യൂം ചെയ്യുകയാണ് അങ്ങനത്തെ ഒരു സംഭവം ഇല്ലെങ്കിൽ, ഈ ഒരു സർഫസ് റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ഈ ഓബ്ജക്റ്റ് കോൺസ്റ്റന്റ് വെലോസിറ്റി തന്നെ മൂവ് ചെയ്യുമായിരുന്നു. അതാണല്ലോ നമ്മൾ പറഞ്ഞ ലോ ഓഫ് ഇനേഷ്യ. ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിഫോൾട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേറ്റിലായിരിക്കും, അതായത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കും മൂവ് ചെയ്യുക എന്നുള്ളത്. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒബ്സർവ് ചെയ്യുന്നത് എന്താണ്, എ ബോൾ റോളിംഗ് ഡൗൺ വൺ സ്ലോപ്പ് റൈസസ് ടു നിയർലി ദ സെയിം ഹൈറ്റ് ഓൺ ദ അതർ. ഈ രണ്ട് കേസിലും ബട്ട് സ്ലൈറ്റ്ലി ലെസ് ഡ്യൂ ടു സർഫസ് റെസിസ്റ്റൻസ് ആയിട്ട് കാരണമായിട്ട് ഇത് കുറച്ച് താഴ്ന്നിട്ടാണ് പോകുന്നത്. എ ജെന്റിലർ സ്ലോപ്പ് മേക്സ് ഇറ്റ് ഗോ ഫാർദർ.
ഈ സ്ലോപ്പ് കുറച്ച് ജെൻറ്റിലാക്കിയാൽ, അതായത് സ്ലോപ്പ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് കൂടുതൽ ദൂരം പോകും. ആൻഡ് ഓൺ എ ഫ്ലാറ്റ് സർഫസ്, ഇതിലൊരു ഫ്ലാറ്റ് ആക്കി കഴിഞ്ഞാൽ ഇറ്റ് മൂവ്സ് ഫോർഎവർ വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി ഇഫ് ദർ വർ നോ റെസിസ്റ്റൻസ്. ഇതാണ് ഗലീലിയോ മനസ്സിലാക്കിയത്. അത് കാരണമായിട്ട് അദ്ദേഹം കണ്ടെത്തിയതാണ് എന്ത്, ലോ ഓഫ് ഇനേഷ്യ എന്നുള്ളത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇത് NCERT പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു. ഇനീഷ്യൽ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഒരു പേഴ്സൺ ഓൺ ബസ്സാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. അതിന് പല സിനേരിയോസ് ഉണ്ട്. ഫസ്റ്റ് സിനേരിയോ, ബസ് ഇൻക്രീസസ് ഇസ് വെലോസിറ്റി. ബസ്സിന്റെ വെലോസിറ്റി നമ്മൾ എന്താക്കാണ്, ഇൻക്രീസ് ചെയ്യാണ്. ബസ്സിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ എന്താ നമുക്ക് കാണാം, പേഴ്സൺസ് ഹെഡ് മൂവ്സ് ബാക്ക്. ബസ്സിന്റെ വെലോസിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇയാളുടെ തല ബാക്കോട്ട് പോകും. പെട്ടെന്ന് വെലോസിറ്റി കൂട്ടി കഴിഞ്ഞാൽ തല ബാക്കോട്ട് പോകും. കാരണം എന്താ, ലെഗ്സ് ആർ ഇൻ ടച്ച് വിത്ത് ഗ്രൗണ്ടുമായിട്ട് ലെഗ് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബസ് ഇങ്ങനെ മുമ്പോട്ട് നീങ്ങുമ്പോൾ ലെഗ് എന്താവും, അതിനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ലെഗ് മുമ്പോട്ട് നീങ്ങും. തല മുമ്പോട്ട് ഇങ്ങനെ തന്നെ മൂവ് ചെയ്യുമായിരുന്നു. എപ്പോൾ ഈ തലക്ക് അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ, നമ്മൾ തലക്ക് സ്വന്തമായിട്ട് അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, ബോഡിക്ക് ഇനേഷ്യ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ബോഡിക്ക് ഒരു പാർട്ടിക്കിളിന് അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ സ്വന്തം വെലോസിറ്റി ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാൻ പറ്റില്ല ഒരു പാർട്ടിക്കിൾ. സോ അതുകൊണ്ട് നമ്മൾ പറയും ഹെഡ് കാൺ ഇൻക്രീസ് വെലോസിറ്റി ഓൺ ഇറ്റ്സ് ഓൺ. അതായത് ഇനേഷ്യ കാരണമായിട്ട് ആണ് തല ബാക്കോട്ട് പോകുന്നതെന്ന് നമ്മൾ പറയും. ഇനീഷ്യൽ രണ്ടാമത് സിനേരിയോ നോക്കാം. ബസ് ഡിക്രീസസ് ഈസ് വെലോസിറ്റി. ബസ് ഒന്ന് സ്റ്റോപ്പാന്ന് വിചാരിച്ചു, ബസ് മൂവ് ചെയ്ത് കൊടുക്കുന്ന ബസ് സ്റ്റോപ്പ് ചെയ്തു, അപ്പോൾ വെലോസിറ്റി ഡിക്രീസ് ചെയ്യല്ല ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒബ്സർവേഷൻ എന്താ വരാം, പേഴ്സൺ ഹെഡ് മൂവ്സ് ഫോർവേഡ്. ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നാൽ പെട്ടെന്ന് മുമ്പോട്ട് പോകില്ല, തല മുമ്പോട്ട് പോകും. ആ കാരണം എന്താണ്, ഹെഡ് കാണ്ട് ഡിക്രീസ് വെലോസിറ്റി ഓൺ ഇറ്റ്സ് ഓൺ. അപ്പം കാലങ്ങനല്ല, കാല് ഈ നമ്മുടെ ബസ്സുമായി ടച്ച് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ബസ് എവിടെയാണ് ഉള്ളത് അവിടെയാണ് കാലുണ്ടാവുക. കാലപ്പുറത്തുണ്ടാവില്ലല്ലോ, ഇല്ല. സിനേരിയോ 3 നോക്കാം. ബസ് ടേൺ ഷാർപ്പ്ലി. ബസ് ഷാർപ്പായിട്ട് ഒരു ടേൺ എടുക്കാം. അതായത് ഒരു ബസ് ഇങ്ങനെ നേരെ മുമ്പോട്ട് പോകുന്ന വെച്ചിട്ടാണ്, ഞാൻ ബസ്സിലായിരിക്കുന്നു. അപ്പോൾ ബസ് ഇങ്ങനെ നേരെ മുമ്പോട്ട് പോകാൻ ഞാനും ബസ്സിൻ്റെ കൂടെ അങ്ങനെ ബസ്സിരുന്ന് ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോയ ബസ് പെട്ടെന്ന് ഇങ്ങോട്ടൊരു തിരിക്കും. ഞാൻ ജനവാദിൻ്റെ അടുത്തായിരിക്കും. ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ എനിക്കും സംഭവിക്കാം, എൻ്റെ ബോഡി എന്താ പറയണത്, ബോഡിക്ക് ഇനേഷ്യ ഉണ്ട്. ബോഡിക്ക് ഇനേഷ്യ കാരണമായിട്ട് അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നതാണ് സ്പീഡ് പ്ലസ് ഡയറക്ഷൻ. അപ്പോൾ ഇതിൻ്റെ സ്പീഡും മാറ്റാൻ കഴിയില്ല, എൻ്റെ ഡയറക്ഷനും എനിക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബസ് പെട്ടെന്ന് അതിൻ്റെ ഡയറക്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഇനേഷ്യ, അതായത് എൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്പീഡ് പ്ലസ് ഡയറക്ഷൻ. ബസ്സിൻ്റെ ഡയറക്ഷൻ മാറ്റി, എനിക്ക് എൻ്റെ ഡയറക്ഷൻ ഇനേഷ്യ കാരണമായിട്ട് പെട്ടെന്ന് അവിടെ മാറ്റാൻ കഴിയില്ല. അപ്പോൾ ഞാൻ നേരെ ഇങ്ങനെ തന്നെയാണ് പോകുന്നത്, അല്ലേ, ഞാൻ ഇങ്ങനെ തന്നെ പോകുന്നത്. പക്ഷെ ബസ് ഇങ്ങോട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ബസ്സിൻ്റെ തല ഉണ്ടാക്കുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ വരും. മനസ്സിലായോ? പെട്ടെന്ന് ബസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പോയിക്കൊണ്ട് എങ്ങനെയാണെന്നുണ്ട് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ബസ് ഇങ്ങനെ ചെയ്യുന്ന കാരണമായിട്ട് എൻ്റെ തല പുറത്തേക്ക് വരും. മനസ്സിലാവുണ്ടോ? അതാണ് പറഞ്ഞത്. പേഴ്സൺസ് ഹെഡ് ഉണ്ടാവും, പുറത്തേക്ക് ഇങ്ങനെ നിൽക്കും. എക്സ്പ്ലനേഷൻ തന്നെ, ഹെഡ് കാണ്ട് ചേഞ്ച് വെലോസിറ്റി ഓൺ ഇറ്റ്സ് ഓൺ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഹെഡ് കാണ്ട് ചേഞ്ച് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ എന്താവും, വെലോസിറ്റി ചേഞ്ച് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്പീഡ് പ്ലസ് ഡയറക്ഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇനേഷ്യ എന്ന് പറയുന്നത് സ്പീഡിൻ്റെ ഇനേഷ്യ മാനിഫെസ്റ്റ് ചെയ്യുന്നത് സ്പീഡായിട്ടാണ് പറയാത്തത്. ഇനേഷ്യ മാനിഫെസ്റ്റ് ചെയ്യുന്നത് വെലോസിറ്റിയാണെന്ന് പറയാൻ കാരണം എന്താണ്, വെലോസിറ്റി എന്ന് പറയുമ്പോൾ സ്പീഡും വന്ന് ഡയറക്ഷനും വന്ന്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ വെലോസിറ്റി ആയിട്ട് ഇനേഷ്യ ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇനേഷ്യൻ്റെ എക്സാമ്പിൾ. വേറെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ബസ്സിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ കയ്യിലൊരു ബോളുണ്ട്. ബസ് 10 മീറ്റർ/സെക്കൻഡ് പോവുകയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള ബോളും എത്ര വെലോസിറ്റിയിലാണ് പോകുന്നത്, 10 മീറ്റർ/സെക്കൻഡിലാണ് പോകുന്നത്. നമ്മൾ ഗ്രൗണ്ട് ഫ്രെയിമിലാണ് ഈ ബസ്സിൻ്റെ വെലോസിറ്റിയും ഈ ബോളിൻ്റെ വെലോസിറ്റിയും പറയുന്നത്. അപ്പോൾ എൻ്റെ ബസ് 10 മീറ്റർ/സെക്കൻഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള ബോളും 10 മീറ്റർ/സെക്കൻഡാണ് മൂവ് ചെയ്യുന്നത് ഗ്രൗണ്ട് ഫ്രെയിമിൽ നിന്ന്. എന്നിട്ട് ഞാൻ ഈ ബോൾ റിലീസ് ചെയ്തു. ബോളിൽ എന്തുണ്ട്, ഇനേഷ്യ ഉണ്ട്. അപ്പോൾ ഇനേഷ്യ കാരണമായിട്ട് എന്താണോ അതിൻ്റെ വെലോസിറ്റി, ആ വെലോസിറ്റി തന്നെ മൂവ് ചെയ്യണം, അല്ലേ, 10 തന്നെ മൂവ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ബോൾ റിലീസ് ചെയ്ത പാടെ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും, 10 മീറ്റർ/സെക്കൻഡ് ആയിരിക്കും. പിന്നെ അത് മാറും. കാരണം എന്താ, പിന്നെ എർത്ത് പിടിച്ച് വലിക്കുന്നത് കൊണ്ട് അതിൻ്റെ വെലോസിറ്റി മാറും. പക്ഷെ റിലീസ് ചെയ്ത പാടെ ഇനീഷ്യൽ തുടക്കത്തിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണോ ആ സമയത്ത് ബസ്സിൻ്റെ വെലോസിറ്റി, അതാണ് റിലീസ് ചെയ്യുന്ന സമയത്ത് ബസ്സിൻ്റെ എന്താണ് വെലോസിറ്റി, ആ വെലോസിറ്റിയാണ് ഈ ബോളിനുണ്ടാവാറ്. കാരണം എന്താണ്, ഇനേഷ്യ. ഇനി വേറെ എക്സാമ്പിൾ, ഞാനൊരു പാർട്ടിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. എന്താണ് ഈ ബോളിൻ്റെ ഇപ്പോഴുള്ള വെലോസിറ്റി? ഇപ്പം ഈ ബോൾ റെസ്റ്റിലല്ലേ, അതുകൊണ്ട് ഇത് 0 മീറ്റർ/സെക്കൻഡിലാണുള്ളത്. ഇനി ഞാൻ ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ
റിലീസ് ചെയ്ത് കഴിഞ്ഞ പാടെ ചെറിയൊരു DT സെക്കൻഡിൽ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും 0 മീറ്റർ/സെക്കൻഡ് ആയിരിക്കും. കാരണം എന്താ, അത് ബോഡിക്ക് അതിൻ്റെ എന്താണോ വെലോസിറ്റി ഉള്ളത് ആ വെലോസിറ്റി തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ വെലോസിറ്റി ആദ്യം ഉണ്ടായത് 0 മീറ്റർ/സെക്കൻഡ് ആണ്. സോ നമ്മൾ റിലീസ് ചെയ്ത പാടെ ആ 0 മീറ്റർ/സെക്കൻഡ് ആണ്. പിന്നെ ആ വെലോസിറ്റി മാറും, കാരണം എർത്ത് പിടിച്ച് വലിക്കുന്നത് കൊണ്ട് ആ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് പോകും. നമ്മൾ മോഷൻ സ്ട്രേറ്റ് ലൈൻ പഠിച്ചാണ്. അപ്പോൾ അത് 2 ഇനേഷ്യൻ്റെ വേറെ എക്സാമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. AIMS 2004 ചോദിച്ചൊരു ചോദ്യം നമുക്ക് സോൾവ് ചെയ്യാം. അസേർഷൻ പറയുന്നത് ദ ഡ്രൈവർ ഇൻ എ വെഹിക്കിൾ മൂവിങ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് ഓൺ എ സ്ട്രേറ്റ് റോഡ് ഈസ് ഇൻ എ നോൺ ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. സോ ഒരു വെഹിക്കിളിൽ ഒരു ഡ്രൈവർ ഉണ്ട്. സോ ആ വെഹിക്കിളിലെ ഡ്രൈവർ നേരെ ഇങ്ങനെ മൂവ് ചെയ്യാണ് റോഡിൽ കൂടെ, എർത്തിൽ കൂടെ. സോ അത് നോൺ ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണെന്നാണ് പറയുന്നത്. ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കാം. നമുക്ക് അബ്സല്യൂട്ട് സ്പേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, റിവോൾവ് ചെയ്യുന്നുണ്ട്. അത് കാരണമായിട്ട് എർത്തിന് ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ ഈ വെഹിക്കിൾ ഉള്ളത് എർത്തിലാണ്. അപ്പോൾ എർത്ത് ആക്സിലറേറ്റ് ചെയ്യുന്ന കാരണമായിട്ട് ഈ വെഹിക്കിളും ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഡ്രൈവറിന് ഈ വണ്ടിൻ്റെ ഉള്ളിലുള്ള ഒരു ഫ്രെയിം വെക്കുകയാണെങ്കിൽ ആ ഫ്രെയിം ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫ്രെയിം എന്തായിരിക്കണം, നോൺ ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിരിക്കണം. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു ഷോർട്ട് ഡിസ്റ്റൻസ് ടൈം പ്രോബ്ലംസിന് ഒരു വെഹിക്കിൾ മൂവ് ചെയ്യുന്നത് ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയുള്ള മോഷനിൽ നമുക്ക് അറിയാം നമ്മൾ എർത്തിനെ അബ്സല്യൂട്ട് സ്പേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു അത് ഇനീഷ്യൽ ഫ്രെയിമാണ്. കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുക. ചെറിയ വെലോസിറ്റി ചേഞ്ച് ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് എർത്ത് ഇനീഷ്യലാണ്. സോ എർത്ത് ഇനീഷ്യലാണ്. ആ ഇനീഷ്യൽ എർത്തിൽ കോൺസ്റ്റന്റ് വെലോസിറ്റി മൂവ് ചെയ്യാണ്. അവിടെയാണ് ഈ വെഹിക്കിൾ ഉള്ളത്. അപ്പോൾ ആ വെഹിക്കിൾ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. ആ വെഹിക്കിളിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഫ്രെയിം വെക്കുന്നത്. അതുകൊണ്ട് ആ ഫ്രെയിം കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുക ഈ അബ്സല്യൂട്ട് സ്പേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് നമുക്കിവിടെ എന്ത് പറയാൻ പറ്റില്ല, ഇതിവിടെ നോൺ ഇനീഷ്യൽ ഫ്രെയിമാണെന്ന് പറയാൻ പറ്റില്ല. ഈ വെഹിക്കിളിൻ്റെ ഉള്ളിലുള്ള ഡ്രൈവറിൻ്റെ മേലെ ഒരു ഫ്രെയിം വെക്കുകയാണെങ്കിൽ ആ ഫ്രെയിം ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇതുകൊണ്ടാണ് ഞാൻ അബ്സല്യൂട്ട് സ്പേസ് ഒക്കെ പറയാൻ കാരണം. ശരിക്കും ഫിസിക്സ് നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്ക് ഇത് കറക്റ്റാണ്. കാരണം എർത്ത് റൊട്ടേറ്റ് റിവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഷോർട്ട് ഡിസ്റ്റൻസ് ടൈം ആവുന്നത് കൊണ്ടാണ് ഇതെന്തായി മാറുന്നത്, ഇനീഷ്യൽ ഫ്രെയിമായി മാറുന്നത്. അതായത് ഈ സംഭവം തെറ്റാണെന്ന് പറയാൻ കാരണം ഷോർട്ട് ഡിസ്റ്റൻസ് ടൈം പ്രോബ്ലത്തിൽ നമ്മൾ ഇനീഷ്യൽ ഫ്രെയിമായി എടുക്കുന്നത് കൊണ്ടാണ്. ഇനി എന്തുകൊണ്ടായിരിക്കും ഇവിടെ അവർ ഒരു സ്ട്രെയിറ്റ് റോഡാണെന്ന് പറഞ്ഞത്? സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി ഉണ്ടാവും. നമുക്കൊരു കേർവ്ഡ് മോഷൻ ആണെങ്കിൽ അതിനൊരു ആക്സിലറേഷൻ ഉണ്ടാവും. കേർവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ ഉണ്ടാവും. അപ്പം ഇവിടെ ഒരു സ്ട്രെയിറ്റ് റോഡല്ല, കേർവ്ഡ് റോഡാണെങ്കിൽ നമുക്കിത് നോൺ ഇനീഷ്യലായിട്ട് എടുക്കാം. ഓക്കെ, എർത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് എടുത്തു. അതിനുശേഷം ആ വെഹിക്കിൾ സ്ട്രെയിറ്റ് റോഡ് ആണെങ്കിൽ അത് ഇനീഷ്യൽ ഫ്രെയിമാണ്, ആ വെഹിക്കിളിൻ്റെ ഉള്ളിലുള്ള ഫ്രെയിം. പക്ഷേ അത് കർവ്ഡ് റോഡാണെങ്കിൽ അത് നോൺ ഇനീഷ്യലായിട്ട് മാറും. കാരണം കർവ്ഡ് റോഡിൽ ഈ വെഹിക്കിളിന് ആക്സിലറേഷൻ ഉണ്ടാവും. അപ്പോൾ വെഹിക്കിളിൻ്റെ ഉള്ളിൽ വെച്ച ഫ്രെയിമിന് ആക്സിലറേഷൻ ഉണ്ടാവും. അപ്പോൾ ഫ്രെയിം ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്ത് ഫ്രെയിമാണ്, നോൺ ഇനീഷ്യൽ ഫ്രെയിമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവരുടെ സ്ട്രെയിറ്റ് റോഡ് എന്ന് അവർ പറയാൻ വേണ്ടി പറയുന്നത്. ഇനി ചിലപ്പം അടുത്ത കൊല്ലത്തിലത്തെ എക്സാമിൽ ചോദിക്കുമ്പോൾ അവർ കർവ്ഡ് റോഡൊന്ന് മാറ്റിത്തരും. ഓക്കെ, അതായത് മനസ്സിലായി. ഇനി റീസൺ ഇതിൻ്റെ റീസണായിട്ട് അവർ പറഞ്ഞെന്താണ്, ഇത് തന്നെ തെറ്റാണ്. റീസൺ എന്താ നോക്കാം. റെഫറൻസ് ഫ്രെയിം ഇൻ വിച്ച് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആർ അപ്ലിക്കബിൾ ഈസ് നോൺ ഇനീഷ്യൽ. നോൺ ഇനീഷ്യൽ ഫ്രെയിമിലാണ് ന്യൂട്ടൺസ് ലോ അപ്ലിക്കബിൾ എന്നാണ് പറയുന്നത്. നമ്മൾ പഠിച്ചതിന് ഓപ്പോസിറ്റാണെന്ന് പറയുന്നത്. ഇനീഷ്യൽ ഫ്രെയിമിലാണ് ന്യൂട്ടൺസ് ലോ അപ്ലിക്കബിൾ. അതുകൊണ്ട് ഇതും തെറ്റാണ്. സോ നമുക്ക് എന്താ ഉത്തരം വരാം, ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ഫോൾസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ഫോൾസ് എന്നതാണ് ഉത്തരം. സോ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനീഷ്യൽ ഫ്രെയിം എന്ന് പറയുന്നത് നോൺ ആക്സിലറേറ്റിംഗ് ഫ്രെയിമാണ്. നോൺ ഇനീഷ്യൽ ഫ്രെയിം എന്ന് പറയുന്നത് ആക്സിലറേറ്റിംഗ് ഫ്രെയിമാണ്. ഇനീഷ്യൽ വരുമ്പോൾ നോൺ ആക്സിലറേറ്റിംഗ്, നോൺ ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ ആക്സിലറേറ്റിംഗ് ആണ്. മനസ്സിലായോ? നോൺ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റുന്നുള്ളൂ. ഇനി ന്യൂട്ടൺസ് ലോ
ഫസ്റ്റ് ലോ അപ്ലിക്കബിൾ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പറഞ്ഞത് ഇനീഷ്യൽ ഫ്രെയിമിലാണ്, ന്യൂട്ടൺസ് ലോ അപ്ലിക്കബിൾ ഇനീഷ്യൽ ഫ്രെയിമിലാണ്. എർത്ത് ഇനീഷ്യൽ ഫ്രെയിമായിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ്. എർത്ത് ഇനീഷ്യൽ ഫ്രെയിമായിട്ട് അസ്യൂം ചെയ്യണം. എർത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം. സോ എർത്തിലുള്ള ഷോർട്ട് ഡിസ്റ്റൻസിൽ അതെല്ലാം കോൺസ്റ്റന്റ് വെലോസിറ്റിയാണ്. നമുക്ക് പഠിക്കുന്നത് ഷോർട്ട് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അത് കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിട്ട് നമ്മൾ പറയേണ്ടതായിട്ടുള്ളൂ. സോ നിങ്ങൾ ഫസ്റ്റ് ലോ മാസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തതിൽ നമുക്ക് സെക്കൻഡ് ലോ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് പറയാൻ കാരണം ഈ ഇനേഷ്യ ആണ് നമ്മൾ ഡിഫോൾട്ട് സ്റ്റേറ്റ് ഓഫ് മോഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിനെ ചേഞ്ച് ചെയ്യുന്നത് ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വീഡിയോയിൽ അത് പറയും. താങ്ക് യു ഫോർ ലിസണിങ്.